പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സബ്ജക്റ്റ് അൺകണ്ടീഷണൽ ലവ്, അതായത് നിരുപാധികമായ സ്നേഹം. ഞാൻ ചില സെഷനിൽ ഇങ്ങനെ നോളേജ് സെഷൻസ്, അതുപോലെ ചില എൻലൈറ്റൻഡ് ഗുരുക്കന്മാർ, ജ്ഞാനോദയം സിദ്ധിച്ച ഗുരുക്കന്മാർ, ഇവരുടെ അവിടെ നിന്നൊക്കെ കേൾക്കാൻ കഴിഞ്ഞ ഒരു വാക്കാണ് നിരുപാധികമായ സ്നേഹം. അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം നമുക്ക് എല്ലാറ്റിനോടും. അങ്ങനെയൊക്കെയാണ് കേട്ടത്. ഞാൻ ഇത്രയും കാലത്തെ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അൺകണ്ടീഷണൽ ലവ് ഗുരുവിന് ശിഷ്യനോടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എനിക്കതിനോട് പൂർണ്ണമായും അത് ശരിയാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. കാരണം അമ്മയ്ക്ക് മക്കളോടുള്ള വാത്സല്യം അൺകണ്ടീഷണലാണ്. മക്കൾ എത്ര തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എത്ര വിഷമിപ്പിച്ചാലും അമ്മമാർ മക്കളെ സ്നേഹിക്കും. എന്നാലും സൂക്ഷ്മതലത്തിൽ ആ മക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും പ്രയാസങ്ങളും അവർക്ക് തീർച്ചയായിട്ടും അത് സൂക്ഷ്മതലത്തിൽ അവർക്ക് എൻ്റെ മകനായി പോയില്ലേ അല്ലെങ്കിൽ എൻ്റെ മകളായി പോയില്ലേ എന്നുള്ള ആ തലത്തിലേക്കാണ് അത് പിന്നെ ലവായിട്ട് എത്തുക. അപ്പോൾ അവിടെയും അൺകണ്ടീഷണലിൻ്റെ 100% എത്തുന്നില്ല. പിന്നെ ഗുരുവിന് ശിഷ്യനോടുള്ള ലവ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഡിവോട്ടിയോടുള്ള ലവ്, ഡിവോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ലവ് ക്രിയേഷൻ ആവുള്ളൂ ഗുരുവിന്. അതുപോലെ ഗുരു ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ അയാൾ ചെയ്താൽ മാത്രമേ അവിടെ ആ ഗുരുവിൻ്റെ ലവ് അവിടെ ഉണ്ടാവുന്നുള്ളൂ. അതിന് പല എക്സ്പ്ലനേഷൻസ് അവർ പറയും. കാരണം അവർ വളരെ ബുദ്ധിമാന്മാരാണ്, അവർക്ക് ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, അവർക്ക് എല്ലാത്തിനും ന്യായീകരിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പാണ്ഡിത്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന കാര്യം 100% നമുക്ക് അത് ഫീൽ ആവുന്ന ഒരേ ഒരു ലവ് മാത്രമേ ഉള്ളൂ. അത് സെൽഫ് ലവ് ആണ്. നമുക്ക് നമ്മളോടുള്ള സ്നേഹം, അത് മാത്രമാണ് അൺകണ്ടീഷണൽ ലവ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ബാക്കി എല്ലാ കണ്ടീഷണൽ ലവ് ആണ്, ഡിമാൻഡഡ് ലവ് ആണ്. ഡിമാൻഡഡ് ലവ് നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യും എന്നെൻ്റെ ഗുരു പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. ഡിമാൻഡഡ് ലവ് നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള ലവ് നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. എനിവേ എല്ലായിടത്തും ഡിമാൻഡഡ് ലവ് തന്നെയാണ്. നമ്മൾ സെൽഫ് ലവ് മാത്രമേ ഉള്ളൂ അൺകണ്ടീഷണൽ ലവ്. അപ്പോൾ ആയതുകൊണ്ട് ഐ ലവ് മീ, അത്രയും മതി, അത് മതി. നമ്മളെ ഉദ്ധരേതാത്മനാത്മാനാം എന്ന് പറഞ്ഞ ശ്ലോകമുണ്ട്, എനിക്കതിൻ്റെ മുഴുവനും അറിയില്ല. അപ്പോൾ നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാം എല്ലാവരും, അതാണ് നല്ലത്, ബെസ്റ്റ്. ഞാനിപ്പോൾ ഇതിങ്ങനെയൊന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വർത്തമാനം ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ ഇത് നന്നായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, സെൽഫ് ലവ് എന്ന് പറയുന്നതാണ് അൺകണ്ടീഷണൽ എന്ന് പറയുന്ന എൻ്റെ ആശയത്തോട് യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പിന്നെ ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്.